നിങ്ങളൊക്കെ ദുബായിൽ എങ്ങനെ പോയതാ? നീ ജനിച്ചത് എവിടെ? ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു. ആശി എന്നെക്കാട്ടി മുമ്പ് പോയി. അത് കഴിഞ്ഞാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. വർക്കിന് വേണ്ടി പോയത്? ഞാൻ ജോലിക്ക് വേണ്ടി പോയതാ. ഞാൻ എന്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ട്. ഇപ്പൊ എന്താ ഷോപ്പ്? ഇപ്പൊ ദുബായില് ലുലുവില് ഒരു പെർഫ്യൂം ഷോപ്പ് നടത്തുന്നുണ്ട്. ലുലുവിൽ എന്തോ പ്രശ്നമായല്ലോ, അതെന്താ പ്രശ്നം? അത് ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. അത് ഇവര് എന്നെ ട്രോളുന്ന ഒരുപാട്. അത് ലുലുവിന്റെ ഷോപ്പ് ഞങ്ങൾ ഓപ്പൺ ആക്കി, ഭയങ്കര ബിസിനസ് ആയിരുന്നു ഷോപ്പില്. നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ആയ സമയത്താണ് അങ്ങനെ ഒരു എലിഗേഷൻ എനിക്കെതിരെ കൊണ്ടുവരുന്നത്. അത് എന്താണ് ഇതേപോലെ ലുലുന്ന് എന്തോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അത് ആഷിയുടെ ഉമ്മയും പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. ആഷിയുടെ ഉമ്മാനെ അത് ഈ ആഷിയുടെ ഉമ്മാനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആൾക്കാർക്ക് പർപ്പസ്ഫുള്ളി അവർക്ക് വേണ്ട ഒരു തീം എന്ന് പറഞ്ഞത് എന്നെ മാക്സിമം ആൾക്കാരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടണം. ഞാൻ മാക്സിമം ഒരു ചീത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ മോശമായ ഒരു വ്യക്തിയാണെന്ന് അറിയിക്കണം. അതാണ് മെയിനായിട്ട് കാര്യം. ഇപ്പോൾ എന്നെയും ആഷിനെയും അത്രക്ക് പബ്ലിക്കിൽ വന്ന് വളരെ മോശമായിട്ട് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന എന്താണ് ഞങ്ങൾ വീട് ചെയ്യുന്ന ഒരു വ്യക്തി. ആ വ്യക്തിനെ അടക്കം ഉമ്മ പറയുന്നത് അയാൾ നല്ല ആളെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം മകനെ തെറി പറഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം മകനെ അത്രയും ബേഡായിട്ട് പറയുന്ന വ്യക്തി പോലും ഉമ്മാക്ക് നല്ല ആളാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാലോ. അത് അങ്ങനല്ല, എങ്ങനെങ്കിലും അവനെ ബാഡ് ആക്കിയെങ്കിലും അവങ്ങളുടെ അടുത്ത് അവന് വരണം. ഇത് ഈ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്ത ആൾക്കാരെ മൈൻഡ് എന്താണെന്നറിയോ? എന്നെ ഭയങ്കര താഴ്ത്തി കെട്ടി ഞാൻ ഭയങ്കര മോശമാണ് ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ ആഷിനെ പിടിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് എന്നെ മാക്സിമം സമൂഹത്തിന് മുമ്പിൽ അങ്ങ് അടിച്ചമർത്തി കഴിഞ്ഞാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. എൻ്റെ മൈൻഡ് ഞാൻ ആലോചിച്ച് ഞാൻ എന്തെങ്കിലും അബദ്ധം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ ആഷി ഫ്രീ ആയല്ലോ, അപ്പോൾ ആഷിയുടെ ഉമ്മാനെ തിരിച്ചു കിട്ടും എന്നുള്ള മൈൻഡാണ് അവർ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ മതപരമായിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. കാരണം ആഷിയുടെ ഉമ്മാനോട് ഇവർ പറയുന്നത് ഇങ്ങനെ മതപരമായിട്ട് മരിച്ചു പോയാൽ നിങ്ങൾക്ക് ആ തെറ്റ് കിട്ടൂലേ, അവർ ആൺകുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല, അത് നത്തിങ് കൺസിഡറബിൾ. പിന്നെ ആഷി അമ്മയുടെ അടുത്ത് സംസാരിക്കാനുണ്ടോ? അമ്മ സംസാരിക്കാറുണ്ട്. ഈവൻ ആഷി എന്നോട് പ്രശ്നമുള്ള ആഷിയുടെ ഉമ്മാക്ക്. അതാണ് ഞാൻ ഈ അറിയാത്ത ആൾക്കാർക്ക്. അവന് റെഗുലർ ആയിട്ട് റെഗുലർ ഡെയിലി വിളിക്കുന്നില്ല, ഒരു 2-3 ദിവസം കൂടുമ്പോ ഉമ്മാനെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക് ഉമ്മ വിളിച്ച ഉമ്മ ഫോൺ എടുക്കും, ഇടയ്ക്ക് ഉമ്മ ഫോൺ എടുത്താലും ഉമ്മ സംസാരിക്കാറില്ല. ഓരോ ഭാഭിമാരെക്കാരും ഫോൺ എടുക്കുക. അപ്പൊ ഉമ്മാക്ക് കൊടുക്കാറുണ്ട്, എന്താണ് ഉമ്മ പറയും വേണ്ടാന്ന് പറയും, ഇടയ്ക്ക് സംസാരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഈ പ്രശ്നം നടന്ന സമയത്തും ഉമ്മാനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞത് എനിക്ക് നിന്നെ കിട്ടിയാൽ മതി, നീ എന്നെ ഒഴിവാക്കിയിട്ട്, അതായത് എന്നെ ഒഴിവാക്കിയിട്ട് വായോ, വീട്ടിലേക്ക് വായോ, എനിക്ക് നീ വേണം, അങ്ങനെയാണ് ഉമ്മ പറയുന്നത്. അതുകൊണ്ട് എന്തോ ഈ പറയുന്ന സ്വത്ത് എന്ന് പറയൂല്ലേ, പ്രോപ്പർട്ടി, അതൊക്കെ കൊടുക്കില്ല എന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അമ്മ? അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പൊതുവെ ഉമ്മ പാവാണ്. ആഷിനെ ഭയങ്കര ഇഷ്ടം. കാരണം ആഷിയുടെ വീട്ടിലെ ഏറ്റവും ചെറിയ മോനാണ്. പിന്നെ അവന്റെ കസിൻസും എല്ലാവരും എന്നോട് പണ്ട് പറയായിരുന്നു ആഷിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ ഉമ്മ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കണ്ട ആഷിനെ നോക്കുമെന്ന്, അത്ര നല്ല മോനാണ്. അപ്പോൾ ഉമ്മാക്ക് ചെറിയ ഉമ്മാന്റെ മനസ്സിൽ ഉമ്മ ചിന്തിക്കുന്നത് ആഷിയുടെ കല്യാണം കഴിഞ്ഞ് ആഷിനെ പോലത്തെ ഒരു കൊച്ചു പേരക്കുട്ടിനെ കാണണം എന്നൊക്കെ ഉമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവായിരിക്കും. അപ്പോഴല്ലേ എൻ്റെ ഒരു എൻട്രി വരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും ഉമ്മാക്ക് എന്നോട് ദേഷ്യം. ജാസി, ഇപ്പോൾ നീ വരുന്ന മുമ്പ് ഇവിടെ കമ്മ്യൂണിറ്റി വാസ് ഗോയിങ് ഓൺ വെൽ. നീ വന്ന് കുറച്ച് മന്ത്സേ ആയല്ലോ അല്ലേ? ഇപ്പോൾ ഇതിന് നിനക്ക് മേലെ ഉണ്ടായവരല്ല താഴായി. ഇൻഫ്ലുവൻസിങ് ആവട്ടും, ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് ആവട്ടെ. അപ്പോൾ നീ വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? കോൺട്രവേഴ്സി എന്തിനാ ചെയ്യുന്നത്? ഞാൻ ദുബായിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് ഇവിടെ കുറച്ച് അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ദുബായിൽ നിന്ന് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന സമയത്തും ഞാൻ ഒരിക്കലും കമ്മ്യൂണിറ്റികളെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇല്ല, നിന്റെ കുറേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നിന്റെ ഫ്യൂ വേർഡ്സ് കമ്മ്യൂണിറ്റികളെ താഴ്ത്തിയാണ് നീ സംസാരിച്ചിട്ടുണ്ട്. അതെന്തിന്? അത് ഞാൻ ഒരിക്കലും അവരെ താഴ്ത്തി സംസാരിക്കണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നതല്ല. ചിലതെല്ലാം എൻ്റെ അബദ്ധവശാൽ, ഞാൻ പറയില്ല, അബദ്ധവശാലായി പോകുന്നതാ. എനിക്ക് എപ്പോഴും എൻ്റെ കമ്മ്യൂണിറ്റിയാണ് വലുത്. പക്ഷേ ചില സമയത്ത് ഇനി അറിയില്ല, കമ്മ്യൂണിറ്റിയിലും എൻ്റെ വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരുമായിരിക്കാം. ഇപ്പോൾ ഒരു നല്ല വശത്തിന് ചീത്ത വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന കമ്മ്യൂണിറ്റികളും ചില ആൾക്കാരുണ്ടാവുമായിരിക്കാം. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലവർ. അപ്പം അതുകൊണ്ടും അങ്ങനെ വന്നു പോകുന്നു. ചിലവരൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വളച്ചൊടിച്ച് ഇത്
വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഇല്ല ഇപ്പൊ നീ കാരണം നീ ചെയ്യുന്നത് റീൽസ് ആവട്ടെ ഏതോ ഒന്നാവട്ടെ അതിൽ നിന്നെയാണ് അവർ ഫസ്റ്റ് ഇപ്പോ എല്ലാ കമ്മ്യൂണിറ്റീസിൽ എല്ലാ സൊസൈറ്റിയിൽ ഏൽക്കാറുണ്ട്. പക്ഷെ നീ വന്ന ശേഷം ഈ കമന്റ്സ് ബാഡ് കമന്റ്സ് ഒക്കെ ഈ നിങ്ങൾ അവർ വിളിക്കുന്ന വാർത്തകളുണ്ടല്ലോ അതൊക്കെ ഇപ്പോ തിരിച്ചു തുടങ്ങി. അപ്പൊ നീ കാരണം ഇത് മറ്റവർക്കും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, മറ്റവർക്കും അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്. ഇത് എങ്ങനെയാ നീ? എനിക്കിപ്പോ ഒരു വീഡിയോ ഇടുമ്പോൾ നല്ല കമന്റ്സും വരാറുണ്ട്, ചീത്ത കമന്റ്സും ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി ചീത്ത കമന്റ്സ് ആണ്, നല്ല കമന്റ്സും ഉണ്ട്. ഇപ്പൊ കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ഈ ബാഡ് കമന്റ് ഇട്ട ആൾക്കാരെ എനിക്ക് തിരുത്തി പറയണ്ടേ, ഇതിന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറെ ബാഡ് കമന്റ് ഇടാറുണ്ട്, പക്ഷെ ഈ വീഡിയോ അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള കമന്റും എനിക്ക് വരാറുണ്ട്. പൊതുവേ ഇപ്പോൾ ഞാൻ വരുന്ന മുമ്പും ഈ കമ്മ്യൂണിറ്റികൾക്ക് പോയിട്ട് ആൾക്കാർ ഇങ്ങനെ 9 ചാന്തുപൊട്ട് അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഞാനിങ്ങനെ ഈ ട്രോളന്മാരൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത സമയത്ത്, അല്ലെങ്കിൽ നാട്ടിൽ ഞാൻ വന്നിട്ട് കുറച്ചും കൂടെ ഒക്കെ വീഡിയോസും ട്രോളൊക്കെ കുറേ കൂടിയ സമയത്ത് എനിക്ക് പേഴ്സണലി കുറേ ബാഡ് കമന്റ് വരാൻ തുടങ്ങി. അപ്പൊ അത് കുറച്ചൊക്കെ സാരമായിട്ട് എൻ്റെ കമ്മ്യൂണിറ്റീനെയും ബാധിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്താണ്, ചിലതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വായന്ന് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ അതെ. ഇപ്പൊ ഈ രണ്ടാം ഘട അന്ന് നീ ഒരു വാർത്ത ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇതിന് കാരണമാണല്ലോ ഈ കമ്മ്യൂണിറ്റി എല്ലാം വന്ന് നിനക്ക് ഓപ്പോസിറ്റ് ആയിട്ട്. അത് ജാസ്ക്ക് മനസ്സിലായോ? അത് എനിക്ക് ഓൾറെഡി ആ ഒരു വേർഡിന് ഞാൻ ഉദ്ദേശിച്ചത് അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് തെറ്റ് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ഞാനത് അപ്പോളജൈസ് ചെയ്ത് ഇട്ട വ്യക്തിയാണ്. കാരണം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, സത്യമാണ്. അത് എനിക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. അത്തരം റോളുകൾ പക്ഷെ ഞാൻ എൻ്റെ മനസ്സോട് ഞാൻ ഉദ്ദേശിച്ചത് അത്തരം റോളുകൾ മോശമോ അല്ലെങ്കിൽ അത്തരം റോളുകൾ ചെയ്യുന്ന ആൾക്കാർ മോശമെന്നല്ല. ചിലപ്പോൾ എനിക്ക് കുറച്ച് ഇൻറ്റിമസി ഉള്ള സീനുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ അത് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മോശം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കിയപ്പോൾ ഞാനുണ്ട് ഇവിടെ. അതെ, ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഞാൻ അമ്മ സ്ഥാനത്ത് കാണുന്നതാണ് ഷക്കീലാമ്മനെ. അപ്പൊ അമ്മനെ ഇരുത്തിയത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അത്തരം റോളുകൾ ചെയ്യുന്നവർ ഒരിക്കലും മോശപ്പെട്ട ആൾക്കാരല്ല. അവർക്ക് എല്ലാ റോളുകളും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ എല്ലാ റോളുകളും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി, അത് ഞാൻ എൻ്റെ പേഴ്സണലി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഈ രണ്ടാം കിട റോളുകൾ എന്ന് പറഞ്ഞതാണ് വലിയൊരു സീനായി പോയത്. അത് അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റ് തന്നെയാണ്. രണ്ടാം കിട എന്നൊരു റോൾ ഇല്ല, എല്ലാ റോളിനും അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യം. ജാസി, ഈ നീ പറഞ്ഞത് ആ ക്യാരക്ടേഴ്സിന്റെ ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്നത് അത് എത്ര കഷ്ടം എന്നറിയോ? തീർച്ചയായിട്ടും അതാണ് the best thing one person can act, like as if you're coming, അത് എത്ര കഷ്ടം എന്നറിയോ? ആ ഫീലിങ്സ് നിങ്ങളെ കണ്ണിൽ കൊണ്ടുവരണമെങ്കിൽ നീ ഇമാജിൻ ചെയ്യണം. പക്ഷെ അവിടെ യു വിൽ ഹാവ് 20 പീപ്പിൾ ആൻഡ് എ ക്യാമറമാൻ ആൻഡ് എ ഡയറക്ടർ. സോ അത് വളരെ കഷ്ടമാണ്. ആ കാഴ്ചകൾ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്.